കാർഷിക ഓൺലൈൻ സെമിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ കൃഷിയും കൃഷി ഫൗണ്ടേഷനും കൂടി ഒരുമിച്ച് നടത്തുന്ന ഒരു സെമിനാറാണിത്. ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളും പ്രവർത്തിക്കുന്നത് കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. സമൂഹത്തിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ വിൽക്കാനും വാങ്ങാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്റെ കൃഷി. കൃഷി ഫൗണ്ടേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു NGO ആണ്. അതിലൂടെ കാർഷിക രംഗത്ത് വരുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ സമൂഹത്തിലേക്ക് എത്തിക്കാനും അതുപോലെ നമ്മുടെ വീടുകളിൽ കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ പറ്റുന്ന ട്രേഡ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇന്ന് നമുക്ക് സെമിനാർ എടുക്കുന്ന വിഷയം വിളയുടെ ആരോഗ്യം ജൈവ ജീവാണു മാർഗങ്ങളിലൂടെ. സെമിനാർ നയിക്കുന്നത് വിജീഷ് വിശ്വംഭരൻ സർ, അഗ്രി എക്സ്പേർട്ട് ആൻഡ് ആപ്റ്റിക് ബയോസയൻസസ്. സാറിനെ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ സെമിനാറിൽ പങ്കുചേർന്ന് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് സെമിനാർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ നമുക്ക് ക്ലാസ്സിലേക്ക് നേരത്തെ കടക്കാം അല്ലേ? അതെ സാർ. തുടങ്ങാം സാർ. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. അപ്പൊ വിളകളുടെ പരിപാലനം ജൈവ ജീവാണു മാർഗങ്ങളിലൂടെ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കാർഷിക വിളകളുടെ പരിപാലനം പ്രത്യേകിച്ചും ഓർഗാനിക് രീതിയിൽ നമുക്കത് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, വിഷവിമുക്തമായ രീതിയിൽ നമ്മുടെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ വളപ്രയോഗം മുതലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ രോഗകീട നിയന്ത്രണ മാർഗങ്ങളുണ്ട്. ഇവയെല്ലാം ചേരുമ്പോഴാണ് നമുക്കത് ഫലപ്രദമായിട്ട് ആ വിളയെ കൈകാര്യം ചെയ്ത് അതിനെ ആരോഗ്യമുള്ള ഒരു ഉൽപ്പന്നമാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുക. അപ്പൊ നമ്മുടെ കൃഷിയിൽ നമ്മുടെ ആരോഗ്യത്തെ കൂടി സഹായിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ കൃഷിയിടങ്ങളിൽ നമ്മുടെ വിളകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ മാറേണ്ടത്. അപ്പൊ വിഷവിദായകമായിട്ടുള്ള പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള ഒരു കാർഷിക രീതി നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് പറ്റുന്ന ഒരു ചൂണ്ടുപലകയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. ഇപ്പൊ ബയോ ഫെർട്ടിലൈസർ എന്നൊരു വിഭാഗമുണ്ട്, ഓർഗാനിക് മെനുവർ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. സാധാരണ ഒരു ക്രോപ്പിന്റെ അല്ലെങ്കിൽ ഒരു വിളയുടെ അതിൻ്റെ മാനേജ്മെന്റ്, പ്രത്യേകിച്ചും വളപ്രയോഗം, അപ്പോൾ വളങ്ങൾ പ്രത്യേകിച്ചും സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ലഭ്യമാകണം. അത് വളപ്രയോഗത്തിൽ കൂടി മാത്രമേ അത് ലഭ്യമാകൂ. പിന്നെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നുണ്ട് കുറച്ച് മൂലകങ്ങൾ. കൂടാതെയുള്ളതെല്ലാം മണ്ണിൽ നിന്ന്, പ്രത്യേകിച്ച് വളങ്ങളിലൂടെയാണ് സസ്യങ്ങൾക്കത് ലഭ്യമാകുന്നത്. അപ്പൊ ഈ ജൈവ വളങ്ങൾ മണ്ണിൽ കൊടുക്കുന്നത് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു, മണ്ണിലുള്ള സൂക്ഷ്മ ജീവജാലങ്ങളുടെ പ്രവർത്തനത്തെ കാര്യക്ഷമമാക്കുന്നു, മണ്ണിലെ വായുസഞ്ചാരത്തിന്റെയും മണ്ണിലൂടെയൊക്കെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ മണ്ണിലേക്ക് ധാരാളം പോഷകങ്ങൾ എത്തിച്ചേരുകയും ആ പോഷകങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ മണ്ണിനെ ഒരു ആരോഗ്യമുള്ള മണ്ണാക്കി മാറ്റുകയും സൂക്ഷ്മാണുക്കൾ സമ്പുഷ്ടമായ ഒരു നല്ല മണ്ണാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നു ഈ ജൈവ വളങ്ങൾ മണ്ണിൽ കൊടുക്കുന്നത് വഴി. അതോടൊപ്പം തന്നെ ആ മണ്ണിലുള്ള കുറെ സൂക്ഷ്മാണുക്കൾ അവരും നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ജൈവ വളങ്ങളും ജീവാണു വളങ്ങളും നമ്മുടെ കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. അവ ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇല്ല. ഇപ്പൊ രാസവളങ്ങൾ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്നവർക്കും ഈ ജീവാണു വളങ്ങളെ ഉപയോഗപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. കാര്യം ആ ഓരോ ജീവാണുക്കളെ നമ്മൾ പഠിക്കുമ്പോഴും അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പൊ ജീവാണുക്കൾ പലതരത്തിലുള്ളതുണ്ട്. ഈ ജീവാണുക്കൾ പലതരത്തിലുള്ളത് പ്രത്യേകിച്ച് നൈട്രജൻ ജീവാണുക്കളുണ്ട്, ഫോസ്ഫറസ് ജീവാണുക്കളുണ്ട്, പൊട്ടാഷ് ജീവാണുക്കൾ, അങ്ങനെ പലതരത്തിലുള്ള ജീവാണു വളങ്ങൾ നമുക്ക്. നെക്സ്റ്റ് സ്ലൈഡ്. അസോസ്പൈറിലം എന്ന് പറയുന്ന ഒരു ജീവാണു. അസോസ്പൈറിലം എന്ന് പറയുന്നത് അന്തരീക്ഷ നൈട്രജനെ ആഗിരണം ചെയ്ത് സസ്യങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ഒരു ജീവാണുവാണ്. ഇതൊരു ബാക്ടീരിയയാണ്, അന്തരീക്ഷ നൈട്രജനെ ആഗിരണം ചെയ്യുന്നു എന്നുള്ള. ഇപ്പം
സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ പ്രദാനം ചെയ്യുവാൻ സഹായിക്കുന്ന രീതിയിലുള്ള ജീവാണുക്കളുണ്ട്. ആ ജീവാണുക്കളിൽ പ്രധാനപ്പെട്ട ഒരു ജീവാണുവാണ് അസോസ്പൈറില്ലം. ഇത് അന്തരീക്ഷ നൈട്രജനെ ആഗിരണം ചെയ്ത് സസ്യങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് നമുക്ക് ജൈവവളങ്ങളോടൊപ്പം ചേർത്ത് മണ്ണിൽ കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അസോസ്പൈറില്ലം. ഇത് പടലങ്ങൾക്ക് സമീപമായി ഇരുന്നു കൊണ്ടാണ് അന്തരീക്ഷ നൈട്രജനെ ആഗിരണം ചെയ്യുന്നത്. ഇത് കൂടാതെ വേറൊരു വിഭാഗമുണ്ട്, റൈസോബിയം എന്ന് പറയുന്നത്. നമുക്കറിയാം, പയറുവർഗ വിളകളുടെ വേരുപടലങ്ങളിൽ മുഴകൾ ഉണ്ടാക്കി അതിൽ അധിവസിച്ചിരിക്കുന്ന ജീവാണുവാണ് റൈസോബിയം. ഈ റൈസോബിയവും ചെയ്യുന്നത് അന്തരീക്ഷ നൈട്രജനെ ആഗിരണം ചെയ്ത് സസ്യങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്, നൈട്രജൻ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് പയറുവർഗ വിളകൾ കൃഷി ചെയ്യുമ്പോൾ ഉപയോഗിക്കാവുന്ന ഒരു ജീവാണുവളമാണ് റൈസോബിയം. റൈസോബിയം കൂടാതെ അസറ്റോബാക്ടർ എന്ന് പറയുന്ന ഒരു ജീവാണു ഉണ്ട്. അത് മണ്ണിൽ സ്വതന്ത്രമായി കാണുന്നു എന്നുള്ളതാണ്. അതും അന്തരീക്ഷ നൈട്രജനെ ആഗിരണം ചെയ്ത് സസ്യങ്ങൾക്ക് പ്രദാനം ചെയ്യും. അപ്പോൾ ഓർത്തിരിക്കുക, പയറുവർഗ വിളകൾ കൃഷി ചെയ്യുമ്പോൾ റൈസോബിയം ഉപയോഗപ്പെടുത്തുന്നു. പയറുവർഗ വിളകൾ ഒഴികെയുള്ള മറ്റു വിളകൾ കൃഷി ചെയ്യുമ്പോൾ അവിടെ അസോസ്പൈറില്ലവും അസറ്റോബാക്ടറും ഉപയോഗപ്പെടുത്തുന്നു. റൈസോബിയം വേരിനകത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് റൈസോ ബയോസ് എന്ന് പറയുന്ന രണ്ട് പദങ്ങളിൽ നിന്നാണ് റൈസോബിയം എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. വെച്ചാൽ വേരിനകത്തെ ജീവിതം എന്ന അർത്ഥത്തിലാണ് റൈസോബിയം എന്ന് പറയുന്നത്. ആ ബാക്ടീരിയക്ക് ആ പേര് കിട്ടിയത്. അന്തരീക്ഷ നൈട്രജനെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. അതങ്ങനെ വേരിനകത്തിരുന്നു കൊണ്ട് സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അന്തരീക്ഷ നൈട്രജൻ ആഗിരണം ചെയ്ത് കൊടുക്കുന്നു. സസ്യങ്ങൾ അത് വെച്ച് അന്നജം ഉണ്ടാക്കുന്നു. അതിൽ നിന്നൊരു വിഹിതം ഈ ബാക്ടീരിയയ്ക്കും കൊടുക്കുന്നു. അങ്ങനെ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ച് പ്രവർത്തിച്ച് പോകുന്നു. ഈ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മുടെ കൃഷിയിലും ആവശ്യമാവേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. അപ്പൊ ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മുടെ ഈ ഓർഗാനിക് ഫാമിംഗ് സിസ്റ്റത്തിനകത്ത് നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പൊ പ്രകൃതി കാണിച്ചു തരുന്ന ആ ഒരു സിസ്റ്റം നമ്മുടെ കൃഷിയിടത്തിലും നമ്മുടെ പ്രവർത്തനത്തിലും ഒക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോയാൽ നമ്മുടെ കാർഷിക മേഖല കുറെ കൂടിയൊക്കെ ആരോഗ്യദായകമായിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്ന് നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ കാർഷിക മേഖല കുറെ കൂടി, നമ്മുടെ മണ്ണൊക്കെ കുറെ കൂടി ജീവനുള്ളതാക്കി മാറ്റാൻ പറ്റും. ഇത് കൂടാതെ ഫോസ്ഫോ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. മണ്ണിലുള്ള ഫോസ്ഫറസ് സംയുക്തങ്ങളെ വിഘടിപ്പിച്ച് കൊടുക്കുക. മണ്ണിൽ അലേയമായി പോയിട്ടുള്ള ഫോസ്ഫറസ് സംയുക്തങ്ങളെ ലയിപ്പിച്ച് സസ്യങ്ങളുടെ വേരുപടലങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. സസ്യങ്ങളുടെ വേരുപടലങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചു കൊടുക്കുക. പൂവിടാനും കായ്ക്കാനും ഒക്കെയുള്ള ശേഷി വർദ്ധിപ്പിക്കുക. തണ്ടുകൾക്ക് നല്ല ബലം കൊടുക്കുക. അങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി മണ്ണിൽ പലതരത്തിലുള്ള ജൈവ അമ്ലങ്ങൾ ഈ ബാക്ടീരിയ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മണ്ണിൽ അലേയമായി കിടക്കുന്ന ഫോസ്ഫറസിനെ ലയിപ്പിച്ച് സസ്യങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു. അതാണ് ഫോസ്ഫോ ബാക്ടീരിയ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗത്തിൽ വരുന്ന ജീവാണു. നൈട്രജൻ ജീവാണുണ്ട്, ഫോസ്ഫറസ് ജീവാണുണ്ട്. ഇത് കൂടാതെ പൊട്ടാഷ് ജീവാണു എന്ന് പറയുന്ന മറ്റൊരു വിഭാഗവും ഉണ്ട്. പൊട്ടാഷ് കേട്ടിട്ടുണ്ടാവും, ബയോ പൊട്ടാഷ് എന്ന് പറയുന്ന ഒരു ജീവാണു. ബയോ പൊട്ടാഷ് മൊബിലൈസിങ് ബാക്ടീരിയ. ഫോസ്ഫറസ് സോലുബിലൈസിങ് ബാക്ടീരിയ ആണെങ്കിൽ പൊട്ടാഷ് മൊബിലൈസിങ് ബാക്ടീരിയ. മണ്ണിലുള്ള പൊട്ടാഷ് സംയുക്തങ്ങളെയൊക്കെ, അത് കൊടുത്തിരിക്കുന്ന വളങ്ങളിലുമുള്ള പൊട്ടാഷ് സംയുക്തങ്ങളെയൊക്കെ വിഘടിപ്പിച്ച് മണ്ണിലേക്ക് ലയിപ്പിച്ചു കൊടുത്ത് സസ്യങ്ങളുടെ വേരുപടലങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രൂപത്തിലേക്ക് മാറ്റുന്നു. അങ്ങനെ സസ്യങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വിളകളെ സഹായിക്കുന്ന വിവിധ തരത്തിലുള്ള ജീവാണുക്കളുണ്ട്. NPK ജീവാണുക്കൾ എന്ന് അറിയപ്പെടുന്നു. ഈ NPK ജീവാണുക്കളിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, അസോസ്പൈറില്ലം, ഫോസ്ഫോബാക്ടീരിയ, ബയോ പൊട്ടാഷ് ഇവയാണ് NPK ജീവാണുക്കളിൽ വരുന്നത്. നൈട്രജൻ ജീവാണുക്കളിൽ അസോസ്പൈറില്ലം കൂടാതെ അസറ്റോബാക്ടർ, റൈസോബിയം എന്ന് പറയുന്ന ജീവാണുക്കളും ഉണ്ട്. ഇത് കൂടാതെ വേറൊരു ഫംഗസ് സസ്യങ്ങൾക്ക് സഹായകരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സസ്യങ്ങളുടെ വേരുപടലങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് സസ്യങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഉൽപാദന മികവ്, നല്ല രീതിയിലുള്ള ഉൽപാദന മികവ് കൈവരിക്കാൻ കഴിയുന്ന രീതിയിൽ
ആ വിളയെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സഹായിക്കുന്ന ഒരു ജീവാണുണ്ട്, മൈക്കോറൈസ എന്ന് പറയും. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാവും മൈക്കോറൈസ. നമ്മുടെ സസ്യങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ വിളകളുടെ ഈ പരിപാലനത്തിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന മറ്റൊരു ജീവാണുവാണ് ഈ മൈക്കോറൈസ. സസ്യങ്ങളുടെ വേരുപടലങ്ങളിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വിളകൾ സാധാരണ മണ്ണിലേക്ക് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നടുന്ന സമയത്ത്, നടിൽ കുഴിയിൽ വെക്കുന്ന സമയത്ത് വിത്താവട്ടെ, വള്ളികളാവട്ടെ, കമ്പുകളാവട്ടെ, തൈകളാകട്ടെ, നമ്മൾ മണ്ണിലേക്ക് വെക്കുമ്പോൾ ഈ മൈക്കോറൈസ ചേർത്ത്, മൈക്കോറൈസ ചുറ്റും ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ മൈക്കോറൈസയുടെ മുകളിൽ വെച്ച് നടുകയാണെങ്കിൽ വേഗത്തിൽ വേര് പിടുത്തം ഉണ്ടാകുകയും വേരിലേക്ക് ഈ മൈക്കോറൈസ പ്രവേശിക്കുകയും അതുവഴി മൈക്കോറൈസയുടെ പ്രവർത്തനം വേരുകളിൽ കാര്യക്ഷമമാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ വേരുപടലങ്ങൾ കുറെ കൂടി ആക്റ്റീവായിട്ട് മണ്ണിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുത്ത് നല്ല ഒരു മികവ്, ശരാശരി ഒരു 20 മുതൽ 30% വരെ അധിക വിളവിന് സഹായിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ജീവാണുവാണ്. ഫംഗസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ജീവാണുവാണ് മൈക്കോറൈസ. അത് സസ്യങ്ങളുടെ വേരുപടലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. സസ്യങ്ങളുടെ വേരുപടലങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ അത് വളരെ സഹായിക്കുന്നു. അതുപോലെ തന്നെ വരൾച്ച ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ, ചൂട് കൂടുന്ന സമയങ്ങളിലേക്കും വരൾച്ച ഉണ്ടാകുന്ന ഘട്ടങ്ങളിലേക്കും വിളകളെ ഒരു പരിധിവരെ സംരക്ഷിച്ച് നിർത്താനൊക്കെ സഹായിക്കുന്നുണ്ട്. സസ്യങ്ങളുടെ വേരുപടലങ്ങളെ ബാധിക്കുന്ന നിമാവിരകളെ നിയന്ത്രിക്കാനുള്ള ശേഷിയുണ്ട്. അങ്ങനെ സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സസ്യങ്ങളുടെ സസ്യങ്ങളുടെ വളർച്ചയെ സഹായിക്കുകയും അവയ്ക്ക് സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ജീവാണുക്കളാണ് ഇവയെല്ലാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അസോസ്പൈറിലം, ഫോസ്ഫോബാക്ടീരിയ, ബയോപൊട്ടാഷ്, വാം, ഇവയെല്ലാം അതിൽ ചിലതെല്ലാം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ച് സസ്യങ്ങളെ സഹായിക്കുന്നുണ്ട്. അസോസ്പൈറിലും ഫോസ്ഫോബാക്ടീരിയ ഒക്കെ ആണെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ PGPR വിഭാഗത്തിൽ വരുന്ന പല ബാക്ടീരിയകളും സസ്യങ്ങളുടെ വളർച്ചയെ കൂടി സഹായിക്കുന്ന പലതരത്തിലുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മൈക്കോറൈസ എങ്ങനെയാണ് മണ്ണിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, വിത്തുകൾ, തൈകൾ, അല്ലെ കമ്പുകൾ, വള്ളികൾ, ഇതൊക്കെ നമ്മൾ മണ്ണിലേക്ക് വെക്കുന്ന സമയത്ത് ശരാശരി 20 ഗ്രാം ചുവടൊന്നിന് നൽകുക എന്നുള്ളതാണ്. ഇപ്പൊ പച്ചക്കറി വിത്തുകളാണ് ഇടുന്നതെങ്കിൽ 20 ഗ്രാം കൊടുക്കേണ്ട കാര്യമില്ല, അതിലും കുറച്ച് കൊടുത്താൽ മതി. ഇപ്പം 2 3 വിരൽ ചേർത്ത് പിടിക്കുന്നത് എടുത്ത് ആ ഒരു വിത്തിടുന്നതിനകത്തേക്ക് ആ ചെറിയൊരു കുഴി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് വിത്തുകൾ വെച്ച് നടാവുന്നതാണ്. അതേസമയം കപ്പക്കമ്പൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കപ്പക്കമ്പിന് ചുവട് ഭാഗം ഈ വാമ്പിനകത്ത് മുക്കി നടാം. അതിനുവേണ്ടി ശലം വെള്ളത്തിൽ മുക്കിയിട്ട്, ചുടുവാഹം ഇച്ചിരി വെള്ളത്തിൽ മുക്കിയിട്ട് ഈ വാമ്പിനകത്ത് മുക്കി നടുവാണെങ്കിൽ അതിൽ പറ്റിപ്പിടിച്ചിരിക്കും, അത് വേഗത്തിൽ വേരോട്ടം ഉണ്ടാകും. അതുപോലെ വാഴ, തെങ്ങ്, ഇതുപോലുള്ള റബ്ബർ, ജാതി, ഇങ്ങനെ കുരുമുളക്, ഇങ്ങനെ പോകുന്ന എല്ലാ തരത്തിലുള്ള വിളകളും മണ്ണിലേക്ക് വെക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തടത്തിലേക്ക് വെക്കുന്നതിന് മുമ്പ് നടിയിൽ കുഴിയിൽ വാമിട്ട് കൊടുക്കണം. അത് 20 ഗ്രാം മുതൽ 30 ഗ്രാം 50 ഗ്രാം കുഴിയുടെ വ്യാപ്തിയും വിളയുടെ പ്രാപ്തിയും അനുസരിച്ച് കൊടുക്കണം. ശരാശരി 100 ഗ്രാം വരെയും മണ്ണിൽ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. മിനിമം 20 ഗ്രാം കൊടുക്കണം. പച്ചക്കറി വിളകളാണെങ്കിൽ പച്ചക്കറി വിത്തുകൾ, തൈകളൊക്കെ വെക്കുമ്പോൾ 10 ഗ്രാം 5 ഗ്രാം ഒക്കെ കൊടുക്കാം. 3 4 വിരൽ ചേർത്ത് പിടിക്കുന്ന ഇട്ട് കൊടുത്താലും മതിയാവും. പിന്നെ ഓരോ വളപ്രയോഗത്തിലും ശരാശരി ഒരു 20 ഗ്രാമെങ്കിലും മാസത്തിലൊന്ന്, പച്ചക്കറിയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ മാസത്തിലൊരിക്കൽ വീതമെങ്കിലും നമ്മൾ വളം ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് മേൽമണ്ണിൽ കൊടുത്ത് പുതയിട്ട് കൊടുക്കുന്നത് പുതിയ പുതിയ വേരുകൾ വരികയും ഈ പുതിയ വേരുകളിലേക്ക് ഈ മൈക്കോറൈസ പ്രവേശിക്കാനും അതിൻ്റെ പ്രവർത്തനം, ആ വേരുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാവുകയും കരുത്തോടുകൂടി വിളകൾ വളരുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ മൈക്കോറൈസയുടെ ഉപയോഗം ജീവാണു വളങ്ങളായിട്ടുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് ജീവാണുക്കളുടെയൊക്കെ ഉപയോഗം ഈ രൂപത്തിൽ തന്നെയാണ്. ഇവയെല്ലാം നേരിട്ട് മണ്ണിലേക്ക് കൊടുക്കുന്നതിന് പകരം ജൈവ വളങ്ങളുമായി ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മൈക്കോറൈസ ഡയറക്റ്റ് നമുക്ക് തടത്തിലിട്ട് കൊടുക്കാം. അതേസമയം മറ്റ് ജീവാണുക്കളെല്ലാം ജൈവ വളങ്ങളുമായി ചേർത്ത് മണ്ണിൽ കൊടുക്കുന്നതാണ് ഉചിതം. ഇനി ആദ്യത്തെ ഒരു ഹലോ 20 ഗ്രാമാണ്. തെങ്ങിനൊക്കെ ആണെങ്കിൽ 100 ഗ്രാം വരെ വേണ്ടി വരും. കാരണം വെച്ചാൽ നമ്മൾ എടുക്കുന്ന കുഴി അത്രയും വലിപ്പമുള്ളതാണല്ലോ. അതനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്തേണ്ടതായിട്ട് വരും. മിനിമം 20 ഗ്രാം ആണ്
ചുവടൊന്നിന് 20 ഗ്രാമാണ് ചുവടൊന്നിന് കൊടുക്കാൻ ഏറ്റവും നല്ലത്. അത് പച്ചക്കറിയൊക്കെ ആണെങ്കിൽ അത്രയും കൊടുക്കാൻ പറ്റത്തില്ല, നമുക്ക് 20 ഗ്രാം ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ അളവ് താഴേക്ക് കൊണ്ടുവരേണ്ടി വരും. ഇത് കൂടുതൽ കൊടുത്തു എന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല, അവയുടെ പ്രവർത്തനം കുറച്ചും കൂടെ ശക്തമായി നമ്മുടെ മണ്ണിൽ വിളകൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഇത് നമ്മൾ രാസവസ്തുക്കൾ കൊടുക്കുമ്പോൾ അളന്ന് മുറിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡാമേജ് ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വിളകളെ സഹായിക്കും എന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ കൊടുക്കുന്ന ജീവാണു വളങ്ങളൊക്കെ മണ്ണിലേക്ക് എത്തണം, ഇത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ മണ്ണിന്റെ അമ്ലക്ഷാര സൂചിക, നമുക്കറിയാലോ pH, നമ്മൾ മണ്ണിന്റെ അമ്ലക്ഷാര സൂചികയൊന്ന് ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ അമ്ലക്ഷാര സൂചിക ക്രമീകരിക്കാനായിട്ട് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഡോളോമൈറ്റോ, കുമ്മായമോ, പച്ചക്കക്കാപ്പൊടി അങ്ങനെ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ അത് പ്രയോഗിക്കണം. അതൊരു കൃത്യമായ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു സാങ്കേതിക വിദഗ്ധന്റെ അഭിപ്രായത്തോടു കൂടി നിർദ്ദേശത്തോടു കൂടി മാത്രമേ അത്തരം കാര്യങ്ങൾ ഈ മണ്ണിലേക്ക് കുമ്മായം അല്ലെങ്കിൽ പച്ചക്കക്കാപ്പൊടി അല്ലെങ്കിൽ ഡോളോമൈറ്റ് പോലുള്ള ഉൽപ്പന്നങ്ങൾ മണ്ണിൽ കൊടുക്കാവൂ. അളന്ന് മുറിച്ച് കൊടുക്കേണ്ടതാണ്. നമ്മൾ തോന്നുന്നത് പോലെ നമുക്ക് ഇട്ട് കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല അതൊന്നും. എന്തായാലും ഇവയൊക്കെ മണ്ണിൽ കൊടുത്തു കഴിയുമ്പോൾ, ഏതെങ്കിലുമൊക്കെ നിർദ്ദേശിക്കുന്ന അളവിൽ നമ്മൾ മണ്ണിൽ കൊടുത്തു കഴിയുമ്പോൾ ആ മണ്ണിലെ പുളിപ്പിന്റെ അംശം ക്രമീകരിക്കപ്പെടുന്നു. അതുവഴി അതിന് ശേഷം മാത്രമേ, ഏകദേശം കുമ്മായോ ഡോളോമൈറ്റ് ഒക്കെയാണ് മണ്ണിൽ കൊടുക്കുന്നത് എങ്കിൽ ആ കൊടുക്കുന്ന ക്വാണ്ടിറ്റിയെ കൂടി ആശ്രയിച്ചിരിക്കുന്നു. ശരാശരി 10 മുതൽ 14 ദിവസം വരെയൊക്കെ നമുക്കതിനു വേണ്ടി കാത്തിരിക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം മാത്രമേ ജീവാണു വളങ്ങളെയും ജൈവവളങ്ങളും ഒക്കെ മണ്ണിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ രാസവളമാണെങ്കിൽ പോലും നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന കാലയളവിന് ശേഷം മാത്രം കൊടുക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. എങ്കിൽ മാത്രമേ വിളകൾക്ക് ആ വളപ്രയോഗം കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഗുണം അവിടെ ഉണ്ടാകുകയുള്ളൂ. ആ ഗുണം കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ഉൽപ്പന്നത്തിനകത്തും അതിൻ്റെ ഒരു മെച്ചം കാണാൻ പറ്റുകയുള്ളൂ. അപ്പം അതുകൊണ്ട് മണ്ണിന്റെ പുളിപ്പ് ക്രമീകരിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അമ്ലക്ഷാര സൂചിക ക്രമീകരിച്ചുകൊണ്ട് ഈ ജീവാണുക്കളെ മണ്ണിൽ കൊടുക്കുക. ജീവാണുക്കളെ നേരിട്ട് കൊടുക്കുന്നതിന് പകരം ജൈവ വളങ്ങളോടൊപ്പം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉത്തേജക പാനീയങ്ങളുണ്ട്, സ്റ്റിമുലന്റ് എന്ന് പറയും അല്ലെ, ഉത്തേജക പാനീയങ്ങൾ. അപ്പൊ ഈ പാനീയങ്ങൾക്കകത്തും ചേർത്ത് കൊടുക്കാം. ഇപ്പം ജീവാമൃതം, പഞ്ചഗവ്യ, ദശഗവ്യ എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ഉത്തേജക പാനീയങ്ങളുണ്ട്. അപ്പോൾ ഈ പാനീയങ്ങളുടെ അകത്ത് ഇത് ജീവാണുക്കളെ മിക്സ് ചെയ്ത് നമുക്ക് ചുവട്ടിലേക്ക് കൊടുക്കാവുന്നതാണ്. പുതച്ചു കൊടുക്കുന്നത് ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യമാണ്. പുത കരിയിലെയോ മറ്റോ കൊണ്ട് തടത്തിൽ പുതയിട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു മാർഗമാണ്. ഈ ജീവാണുക്കൾ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ആ മണ്ണിൽ പ്രവർത്തിക്കാനും അതിന്റെ വേരുപടലങ്ങളുടെ ശക്തി വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ വിളകൾ കരുത്തോടെ വളരുകയും ചെയ്യും. ഏറ്റവും പ്രധാനം വേരുപടലങ്ങളുടെ ശക്തിയാണ്. മണ്ണിൽ നിന്ന് പോഷകങ്ങൾ എടുക്കുന്നവരുടെ ശേഷി വർദ്ധിക്കുക എന്നുള്ളതാണ്. അത് വേരുകളെ ആക്റ്റീവ് ആക്കിയാലേ അതിന് സാധിക്കുള്ളൂ. ഈ ജീവാണുക്കളെല്ലാം മണ്ണിൽ ചെന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കഴിവ് വേരുകൾക്ക് കിട്ടും, വിളകൾക്കും കിട്ടും. അതോടൊപ്പം തന്നെ വിളകൾക്ക് നല്ലൊരു കരുത്തും കിട്ടും, പ്രതിരോധ ശേഷിയും വർദ്ധിക്കും എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു ജീവാണു വളമുണ്ട്, ഒരു കൺസോഷ്യമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ജീവാണു വളമുണ്ട്, PGPR മിക്സ് 1 എന്ന് പറയും. PGPR എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോബാക്ടീരിയ അഥവാ സസ്യ വളർച്ച ത്വരിതക ബാക്ടീരിയ മിക്സ് 1 എന്ന് പറയുന്നത് ജീവാണു വളത്തിന്റെ മറ്റൊരു പേരാണ്. അല്ലെങ്കിൽ PGPR 1 എന്ന് പറഞ്ഞാൽ ജീവാണു വളമാണ്. അതിനകത്ത് NPK ജീവാണുക്കളുടെ ഒരു കൺസോഷ്യം പ്രവർത്തിക്കുന്നു. ആ കൺസോഷ്യം ആണെങ്കിൽ നമുക്ക് മണ്ണിലേക്ക് കൊടുക്കാം. ശരാശരി ഒരു ഏക്കറിലേക്ക് 3 മുതൽ 5 കിലോഗ്രാം വരെയെങ്കിലും ജീവാണു വളങ്ങൾ ജൈവവളങ്ങളോടൊപ്പം ചേർത്ത് മണ്ണിൽ കൊടുത്താൽ അത്രയും നല്ലതാണ്. അതുപോലെ തന്നെ ദീർഘകാല വിളകൾക്കാണെങ്കിൽ വർഷത്തിൽ 2 തവണയും, ഹ്രസ്വകാല വിളകൾക്കാണെങ്കിൽ മാസത്തിൽ ഒരിക്കൽ വീതവും ഒക്കെ, പ്രത്യേകിച്ച് പച്ചക്കറി വിളകളാണെങ്കിൽ മാസത്തിൽ ഒരിക്കൽ വീതമെങ്കിലും കൊടുക്കുക. വാഴയ്ക്കൊക്കെ ആണെങ്കിൽ അതിനൊരു 6 മാസം നിർദ്ദേശിച്ചിരിക്കുന്ന വളപ്രയോഗത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് 2 3 തവണയെങ്കിലും ഈ ജീവാണു വളങ്ങൾ മണ്ണിൽ കൊടുക്കുന്നത് ഏറ്റവും അനുയോജ്യമാണ്. അപ്പോൾ വർഷത്തിൽ 2 തവണയോ അല്ലെങ്കിൽ ഹ്രസ്വകാല വിളകൾക്ക്, ദീർഘകാല വിളകൾക്ക് വർഷത്തിൽ 2 തവണയോ, ഹ്രസ്വകാല വിളകൾക്ക് മാസത്തിൽ ഒരിക്കലോ നിർദ്ദേശിക്കുന്ന അനുപാതത്തിൽ മണ്ണിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ്.
ഇതാണ് അതിൻ്റെ ആ വളപ്രയോഗത്തിനകത്തുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം, ഈ ജീവാണു വളങ്ങൾ കൊടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള ജൈവവളങ്ങൾ, ഇപ്പൊ ചാണകം മുതലായിട്ടുള്ള ജൈവവളങ്ങൾ നമുക്ക് ഇവിടെ കൊടുക്കാം. ചാണകമാകാം, കമ്പോസ്റ്റ് വളങ്ങളാകാം, അല്ലെങ്കിൽ പച്ചില വളങ്ങളാകാം, അല്ലെങ്കിൽ സറികളാകാം, മണ്ണിര കമ്പോസ്റ്റ് ആകാം. അങ്ങനെ പലതരത്തിലുള്ള ജൈവവളങ്ങൾ അവിടെ നമുക്കത് കൊടുക്കാൻ കഴിയും. ഈ പറയുന്ന വളങ്ങളെല്ലാം മണ്ണിലേക്ക് കൊടുക്കുമ്പോൾ അവയോടൊപ്പം തന്നെ ജീവാണുക്കളെയും കൂടി ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെറുതെ ജൈവവളം കൊടുക്കുന്നതിനേക്കാൾ ഉപരി ജീവാണുക്കളെ കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളത്തിൻ്റെതായിട്ടുള്ള ഒരു ഗുണം ആ മണ്ണിൽ പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കും. ആത്യന്തികമായി നമ്മൾ ലക്ഷ്യം വെക്കേണ്ട ഒരു കാര്യം മണ്ണിന്റെ അമ്ലക്ഷാര സൂചിക ക്രമീകരിച്ചുകൊണ്ട് വേണം വളപ്രയോഗ മാർഗങ്ങൾ. നെക്സ്റ്റ് സ്ലൈഡ്. സർ വോയിസ് കേട്ടില്ലായിരുന്നു. അടുത്ത സ്ലൈഡ് PGPR 2 കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്ലൈഡ്. പലതരത്തിലുള്ള ഓർഗാനിക് വളങ്ങൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒത്തിരി വളങ്ങളുണ്ട്, പല പേരിട്ട് പല ട്രേഡുകളിലായിട്ട് കിട്ടുന്ന വളങ്ങളുണ്ട്. ഇപ്പം സൂത്രമീൽ എന്നറിയപ്പെടുന്ന വളമുണ്ട്. പിന്നെ പിണ്ണാക്കുകളുടെ ഒരു കൺസോഷ്യം എന്ന നിലയിൽ വരുന്ന വളങ്ങളുണ്ട്. അത് കേക്ക് പ്ലസ് എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എല്ലുപൊടിയുണ്ട്, വേപ്പും പിണ്ണാക്കുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള വളങ്ങൾ നമ്മുടെ ഇന്ന് നാട്ടിൽ ലഭ്യമുണ്ട്. അതോടൊപ്പം തന്നെ കമ്പോസ്റ്റ് വളങ്ങൾ, മണ്ണിര കമ്പോസ്റ്റുള്ള വളങ്ങൾ ലഭ്യമാണ്. ഇതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ നമ്മൾ വേസ്റ്റുകൾ, മാലിന്യങ്ങൾ, ജൈവമാലിന്യങ്ങൾ വളമാക്കി മാറ്റുന്ന ജീവാണുക്കളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കമ്പോസ്റ്റിംഗ് ഉണ്ട്. അതുവഴി കിട്ടുന്ന വളങ്ങൾ, ഇതെല്ലാം നമുക്ക് നമ്മുടെ കൃഷിയിടങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. ഹലോ, നമസ്കാരം സാറേ. ഹലോ സാറേ, ഇനോക്കുലമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളമുണ്ടോ? ഇനി നമുക്ക് കേട്ടില്ല. നമുക്ക് ഇനോക്കുലം, അതായത് ഡീഗ്രഡേഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇനോക്കുലം. ഇപ്പൊ നമ്മൾ നിലവിൽ കമ്പോസ്റ്റ് പ്ലസ് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വലിയ പാക്കറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടോ? കമ്പോസ്റ്റ് പ്ലസ് എന്ന് പറയുന്ന ഒരു കൺസോഷ്യം ഉണ്ട്. ആ കൺസോഷ്യം നമുക്ക് ഈ ജൈവ വസ്തുക്കളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡീകമ്പോസ് ചെയ്ത് വരും. അതിനു വേണ്ടി ഉപയോഗിക്കാവുന്ന കൺസോഷ്യം ഉണ്ട്. 1 kg പാക്കിങ് അവൈലബിൾ ആയിട്ടുണ്ട്, അത് മാർക്കറ്റിൽ ലഭ്യമാണ്. അത് ഉപയോഗിക്കാം. ശരാശരി ഒരു വീട്ടിലേക്കുള്ള ആവശ്യമാണെങ്കിൽ 1 കിലോ ശരാശരി. സാർ, അതിന്റെ റെക്കമെൻഡേഷൻ എങ്ങനെയാ? ഇപ്പൊ എങ്ങനെയാ പറഞ്ഞു കൊടുക്കേണ്ടത്? പറഞ്ഞുതരാം. ഈ ഒരു 1 kg പാക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു വീട്ടിലേക്കുള്ള 3-4 പേരടങ്ങുന്ന ഒരു വീട്ടിലെ അത്യാവശ്യം 2 കിലോയ്ക്ക് താഴെ വേസ്റ്റ് വരുള്ളൂ. അതായത് 2 കിലോ വരും. ആ വേസ്റ്റുകൾ മാനേജ് ചെയ്യാനായിട്ട് ശരാശരി 1 കിലോ കൺസോഷ്യം മതിയാവും നമുക്കൊരു മാസത്തേക്ക്. അതിന് 30ആയി ഭാഗിക്കുക, ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഓരോ ദിവസത്തെയും വേസ്റ്റ് വെള്ളം മാറുന്നതിന് ശേഷം നമ്മൾ ബിന്നകത്ത് ഇടുമ്പോൾ അതിന്റെ പുറത്തേക്ക് നമുക്ക് സാറേ ബയോ ബിന്നിൽ എങ്ങനെ അപ്ലൈ ചെയ്യണ്ടേ? ബയോ ഡോസ് എത്രയാണ്, എത്ര അളവിടാം, അങ്ങനെ നമ്മളിവിടെ കോർപ്പറേഷൻ ബിന്നുകൾ കൊടുക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഈ 1 കിലോയെ നമുക്ക് 30ആയിട്ട് ഭാഗിച്ച് അതിൽ നിന്നൊരു ഭാഗം എടുക്കാം. അതോടൊപ്പം തന്നെ ചകിരിച്ചോറ് പൊടി, കട്ട പോലുള്ള കിട്ടും, അതൊക്കെ പൊടിച്ചെടുത്ത് അത് നമുക്ക് ഉപയോഗിക്കാം. ഈ വെള്ളത്തിന്റെ എന്തെങ്കിലും അംശം കൂടുതലാകുകയോ അല്ലെങ്കിൽ സ്മെല്ല് വരികയോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പുഴുവിന്റെ അളവ് കൂടുകയോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ അളവ് തന്നെ കൂടുതലായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചകിരിച്ചോറ് അതിനകത്ത് വിതറി കൊടുക്കാം. ഈ ചകിരിച്ചോറിന്റെ കൂടെ വേണമെങ്കിൽ ഇനോക്കുലം മിക്സ് ചെയ്തിട്ടും വിതറി കൊടുക്കാനായിട്ട് പറ്റും. അത് ലെയർ ബൈ ലെയർ ആയിട്ട് ഓരോ ലെയറിനും നമ്മൾ ഓരോ ദിവസം ഇടുന്ന വേസ്റ്റ് പുറത്തേക്ക് ചെയ്ത് കൊടുക്കാൻ ഓരോ 10 days ഇന്റർവെല്ലിൽ കൊടുക്കുമ്പോഴും ഒന്ന് ഇളക്കി കൊടുക്കുന്ന എയർ കയറ്റി ഇറക്കുന്നത് നല്ലതാണ്. അപ്പം ആ എയർ കയറി ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ വേഗത്തിൽ കമ്പോസ്റ്റിങ് നടക്കുമെന്നുള്ളത്. ഇപ്പൊ സ്മെല്ല് വല്ലതും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും അതിനകത്ത് വെള്ളത്തിന്റെ അളവ് വെള്ളം കൂടുതലായിട്ട് കാണുന്നുവെങ്കിൽ നമുക്കവിടെ ചകിരിച്ചോറൊന്ന് വിതറി കൊടുക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം വേഗത്തിലൊന്ന്
മാറ്റാനായിട്ട് സാധിക്കും. കുറച്ചുകൂടെ ഫാസ്റ്റ് ആകും കമ്പോസ്റ്റിങ്. വെള്ളക്കെട്ടിൽ കമ്പോസ്റ്റിങ് കുറച്ചുകൂടെ താമസിച്ചേ നടക്കുള്ളൂ. അതാണ് ഈ സ്മെല്ല് വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ ഓർഗാനിക് മെറ്റീരിയലും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗത്തിലത്. അപ്പോൾ ഈ ഇനോക്കുലം നമുക്ക് അവിടെ ഉപയോഗിക്കാം. ഇത് കൂടാതെ 1 ടണ്ണ് നമ്മൾ പറമ്പിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ ചുറ്റുപാടൊക്കെ പറമ്പിലാണ് ചെയ്യുന്നതെങ്കിൽ 1 ടണ്ണ് കമ്പോസ്റ്റ് ചെയ്യാൻ ശരാശരി 7 കിലോ എങ്കിലും ഈ കമ്പോസ്റ്റ് പ്ലസ് എന്ന് പറയുന്ന കൺസോർഷ്യം ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും എന്നുള്ളത്. ഇത് കൂടാതെ ഈ വിളകളെ പരിപാലിക്കുന്നതിനായിട്ട് വിവിധ തരത്തിലുള്ള ജീവാണുക്കളുണ്ട്. അതിൽ പല ജീവാണുക്കളും നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിക്കുന്നതാണ്, കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈ സ്യൂഡോമോണാസ് എന്ന് പറയുന്ന ഒരു ജീവാണു കേട്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നവരായിരിക്കും. ഈ ഗ്രൂപ്പിനകത്തുള്ള മിക്കവാറും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടാവും സ്യൂഡോമോണാസ് ഫ്ലോറസൻസ്. മണ്ണിലുള്ള വിവിധ തരത്തിലുള്ള രോഗകാരികളായിട്ടുള്ള ജീവാണുക്കളെ നിയന്ത്രിക്കുക, വിളകളുടെ കരുത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുക, പലതരത്തിലുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വളർച്ചാ ത്വരിതകമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുക, രോഗനിയന്ത്രണത്തിന് സഹായിക്കുക, വളർച്ചയെ സഹായിക്കുക, വിളകൾക്ക് നല്ല കരുത്ത് പ്രതിരോധ ശേഷി കൊടുക്കുക. ഇതൊക്കെയാണ് ഈ സ്യൂഡോമോണാസ് എന്ന് പറയുന്ന മിത്ര ജീവാണു. അതൊരു ബാക്ടീരിയയാണ്. ആ ജീവാണുവിന്റെ പ്രവർത്തനം PGPR വിഭാഗത്തിൽ വരുന്ന ഒരു ജീവാണുവാണ്. PGPR എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പ്ലാന്റ്സ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോ ബാക്ടീരിയ എന്ന് പറയുന്നത്, അഥവാ സസ്യ വളർച്ച ത്വരിതക ബാക്ടീരിയ. ആ വിഭാഗത്തിൽ വരുന്ന ഒരു ബാക്ടീരിയയാണ് സ്യൂഡോമോണാസ്. ഈ സ്യൂഡോമോണാസ് നമുക്ക് പല രൂപത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പൗഡറിന്റെ രൂപത്തിലും രൂപത്തിലും കിട്ടുന്നുണ്ട്. ഇവ നമുക്ക് വിത്ത് പരിചരണം മുതലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. വിത്തുകൾ, വള്ളികൾ, കമ്പുകൾ, തൈകൾ ഇവയെല്ലാം നമുക്ക് പരിചരിച്ച് നടാം. അതോടൊപ്പം തന്നെ ഇലകൾ തളിച്ചു കൊടുക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. രോഗനിയന്ത്രണം, ഇലയിലുണ്ടാകുന്ന പലതരത്തിലുള്ള പുള്ളിക്കുത്തുകൾ, ഇലകരിച്ചില്, അഴുകല്, പൂപ്പിച്ചീയല്, തണ്ടുണക്കം, ചുവടി അഴുകല്, കായഴുകല്, ഇങ്ങനെ പോകുന്ന പലതരത്തിലുള്ള അഴുകൽ രോഗങ്ങളെ, ബാക്ടീരിയ, ഫംഗസ് മൂലമുള്ള വിവിധ തരത്തിലുള്ള രോഗങ്ങളെ, സസ്യരോഗങ്ങളെ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്ന ഒരു മിത്ര ബാക്ടീരിയയാണ് സ്യൂഡോമോണാസ് എന്ന് പറയുന്ന, സ്യൂഡോമോണാസ് ഫ്ലോറസൻസ് എന്ന് പറയുന്ന മരുന്ന്. ഇത് വിത്തുകളുടെ പരിചരണം അവിടെ മുതൽ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. വിത്തുകളുടെ പരിചരണത്തിന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ശരാശരി 5% വീര്യമുള്ള ലായനി 5% വീര്യമുള്ള ലായനി തയ്യാറാക്കി അതിനകത്ത് നടീൽ വസ്തുക്കൾ അരമണിക്കൂർ സമയം കൊണ്ട് 20 മുതൽ 30 മിനിറ്റ് വരെയെങ്കിലും മിനിമം മുക്കി വെച്ചതിന് ശേഷം അവ തണലത്തുണങ്ങി, വെയിൽ കൊള്ളിക്കാതെ തണലത്ത് എവിടെയെങ്കിലും വെച്ച് ഉണങ്ങി അന്ന് തന്നെ മണ്ണിലേക്ക് നടണം, മണ്ണിലേക്ക് വെക്കുക എന്നുള്ളതാണ്. ഇതാണ് വിത്തുകളുടെ പരിചരണത്തിന് സ്യൂഡോമോണാസ് ഉപയോഗിക്കുന്ന രീതി. ഈ വിത്തുകൾ പരിചരിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സ്യൂഡോമോണാസ് അതിന്റെ പുറത്തിനെ പറ്റി പിടിച്ചിരിക്കുക. അത് മണ്ണിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ വിത്തുകൾ അല്ലെങ്കിൽ തൈകൾ അല്ലെങ്കിൽ വള്ളികൾ കുറച്ചും കൂടെ കരുത്തോടുകൂടി വളരുമ്പോൾ അതിന് പലതരത്തിലുള്ള മണ്ണിൽ കൂടി വരാൻ സാധ്യതയുള്ള വിവിധ തരത്തിലുള്ള രോഗാണുക്കളുണ്ട്. ആ രോഗാണുക്കൾ കയറി പിടിക്കുമ്പോൾ അവയെ നിയന്ത്രിച്ചുകൊണ്ട് അതിനൊരു പ്രൊട്ടക്ഷൻ, ഒരു പ്രതിരോധ കവചം ഉണ്ടാക്കി അതിനെ ഒന്ന് സംരക്ഷിച്ചു സാധിക്കും. അതുകൊണ്ടാണ് സ്യൂഡോമോണാസ് വിത്തുകളുടെ പരിചരണം മുതൽ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ തൈകൾ നടുന്നതിന് മുമ്പ് ഇലകളെല്ലാം തളിച്ചു കൊടുക്കാൻ ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ ആഴ്ചയിൽ 1 വീതമെങ്കിലും ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് ഇലകളിലുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള കുമിൾ ബാക്ടീരിയൽ രോഗങ്ങളെ പ്രതിരോധിക്കാൻ നല്ലതാണ്. ദീർഘകാല വിളകൾക്ക് മഴയ്ക്ക് മുമ്പും മഴയ്ക്ക് ശേഷവും ചെയ്യുന്നത് ഉത്തമമാണ്. മറ്റ് ഹ്രസ്വകാല വിളകൾക്ക് മാസത്തിലൊരിക്കലോ, പച്ചക്കറി വിളകളിലാണെങ്കിൽ ശരാശരി 10 ദിവസത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ചെയ്തു കൊടുക്കുന്നത്, ഇലകൾ തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ ഉത്തേജക പാനീയങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ മണ്ണിലേക്ക് ഈ സ്യൂഡോമോണാസും കൂടെ ചേർത്ത് മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. അവയുടെ പ്രവർത്തനം മണ്ണിലും കാര്യക്ഷമമായി നിൽക്കും എന്നുള്ളത്. വിളകളിൽ മാത്രമല്ല, ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് കൂടാതെ മണ്ണിലേക്കും കൂടി ഇവ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നെക്സ്റ്റ്, ബാസിലസ് സബ്റ്റിലസ് എന്ന് പറഞ്ഞ മറ്റൊരു ബാക്ടീരിയ ഉണ്ട്. ബാസിലസ് സബ്റ്റിലസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. ഇതും സ്യൂഡോമോണാസിന്റെ അതേപോലെ തന്നെ ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കുമിൾ രോഗങ്ങളെയും ബാക്ടീരിയ രോഗങ്ങളെയൊക്കെ നിയന്ത്രിക്കുവാനായിട്ടുള്ള ഒരു ജൈവ മരുന്നാണ് ബാസിലസ് സബ്റ്റിലസ്. ഇത് വിത്ത് പരിചരണം മുതൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കുറെ കൂടി മെച്ചപ്പെട്ട നല്ല ഒരു റിസൾട്ട് തരാൻ കഴിയുന്ന ഒരു മിത്ര ബാക്ടീരിയയാണ് ബാസിലസ് സബ്റ്റിലസ്. വിത്ത് പരിചരണത്തിന് ഉപയോഗിക്കുന്നുണ്ട്, സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ മണ്ണിൽ ഡ്രഞ്ച് ചെയ്ത് കൊടുക്കാനും ഒക്കെ
ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഏത് രൂപത്തിലായാലും നമ്മുടെ കൃഷിയിടങ്ങളിൽ അത് പൂർണ്ണ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവയുടെ പ്രവർത്തനം ആ വിളകളിലും മണ്ണിലും ഉണ്ടാകും. അത് മണ്ണിനെ ഒന്ന് സംരക്ഷിച്ച് നിർത്തും, വിളകൾക്ക് കൂടുതൽ കരുത്ത്